ഈ കേരള രക്ഷാ മാർച്ച് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജൈത്രയാത്രയാണ്. ഈ ജൈത്രയാത്ര ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ചരിത്ര സംഭവമായി മാറുകയാണ്. AICC അംഗം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഉത്സവത്തിന്റെ പ്രതീതി ജനിപ്പിക്കത്തക്ക നിലയിലുള്ള ഈ വരവേൽപ്പ് ഈ മാർച്ചിന് നൽകുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനോവികാരങ്ങളാണ് അതിലൂടെ പ്രതിഫലിക്കുന്നത്. 32 മാസം കേരളത്തിലെ ജനങ്ങൾ തീരാത്ത വേദനയും തോരാത്ത കണ്ണുനീരുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഈ ജാഥയുമായി കടന്നു വന്നപ്പോൾ കർഷകർ അവരുടെ ബുദ്ധിമുട്ടുകളും വേദനകളും ഞങ്ങളോട് പറയുകയുണ്ടായി. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ ദീനരോധനങ്ങൾ ഞങ്ങൾ ഏറ്റുവാങ്ങുകയുണ്ടായി. പവർക്കെട്ട് കാരണം വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകൾ അടങ്ങുന്ന നിവേദനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. മത്സ്യത്തൊഴിലാളികൾ, അധ്വാനിക്കുന്ന ആദിവാസി സഹോദരന്മാർ, പട്ടികജാതിക്കാർ, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരോരോരുത്തരും അവരുടേതായ ബുദ്ധിമുട്ടുകളും നിവേദനങ്ങളും അവരുടെ പരിദേവനങ്ങളും ഞങ്ങൾക്ക് നൽകിയുണ്ടായി. 32 മാസമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രയാസപൂർണമായ ഒരു ജീവിതത്തെ പറ്റിയാണ് ഈ മാർച്ചിലുടനീളം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിദേവനങ്ങൾ. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ നിസ്സഹായത ഞങ്ങൾക്ക് ഈ മാർച്ചിലുടനീളം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വേദനിക്കുന്ന ഈ മനസ്സുകളുടെ പ്രയാസം നിറഞ്ഞ ജീവിതത്തെ സംബന്ധിച്ചുള്ള കഥകളാണ് ഞങ്ങൾ കേട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാകുന്നു? AK ആന്റണിയും ഉമ്മൻചാണ്ടിയുടെയും ഗവൺമെന്റിനെ മാറ്റി പുതിയ ഒരു പ്രഭാതത്തിന് വേണ്ടിയാണ് ഇടതുമുന്നണി അധികാരത്തിൽ വന്നത്. 32 മാസമായി ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. ഇവിടെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച്, വെള്ളക്കരം വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ തലയിൽ കൂടുതൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നു. ക്ലേശപൂർണമായ ഈ ജീവിതം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പരിപാടി ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കണം. പാവപ്പെട്ട ജനങ്ങൾ കൂടുതൽ പ്രയാസം നേരിടുന്നു. ഇവിടെ അട്ടപ്പാടി മേഖല ഉൾപ്പെടെയുള്ള സൈലന്റ് വാലി മേഖല ഉൾപ്പെടെയുള്ള പ്രദേശമാണ് ഈ മണ്ണാർക്കാട് പ്രദേശം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സൈലന്റ് വാലിയുടെ പ്രകൃതി രമണീയത നശിപ്പിക്കാൻ, ജൈവ വൈവിധ്യങ്ങൾ, ബയോഡൈവേഴ്സിറ്റി നശിപ്പിക്കാൻ ഇവിടെ പാത്രക്കടവ് പദ്ധതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തി. അതിനെ എതിർത്തത് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസുമാണ്. ഈ ജൈവ വൈവിധ്യത്തെ മുഴുവൻ തകർത്തുകൊണ്ട് കരാറുകാർക്കും അതോടൊപ്പം തന്നെ ജലവൈദ്യുതി പദ്ധതികൾ ഏറ്റെടുക്കുന്ന വൻകിട കോൺട്രാക്ടർമാരുടെയും പറുദീസയാക്കി ഈ മേഖലയെ മാറ്റാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ ശ്രീ പൗലോസ് എന്നോട് പറയാറുണ്ട്, പട്ടിണി കൊണ്ട് ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പകർച്ചവ്യാധികൾ മൂലം ഊരുകൂട്ടങ്ങളിൽ ആദിവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറ്റി അദ്ദേഹം പറയാറുണ്ട്. ഈ യാത്ര കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ സന്ദർശനം അട്ടപ്പാടിയിലേക്കായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ യാത്ര നിർവഹിക്കുക. അട്ടപ്പാടിയിലെ ആദിവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാർച്ച് 5-ാം തീയതി കഴിഞ്ഞാൽ DCC പ്രസിഡന്റുമായി ആലോചിച്ച് ആദ്യത്തെ സന്ദർശനം അട്ടപ്പാടിയിലേക്കായിരിക്കും. ഇവിടെ പാവപ്പെട്ട ആദിവാസികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് വനാവകാശ നിയമം പാസാക്കിയിട്ടുണ്ട്. 4 ഹെക്ടർ ഭൂമി ആ ആദിവാസികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. കേരളം ഒഴിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വനാവകാശ നിയമം പാസാക്കി. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് വയനാട്ടിലെ സുഗന്ധഗിരി പ്രോജക്ട് എസ്റ്റേറ്റ് ഏറ്റെടുത്ത് ആദിവാസികൾക്ക് ഭൂമി കൊടുത്തത്. ഇവിടെ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് ഞാൻ ഗ്രാമവികസന മന്ത്രിയായിരുന്ന കാലത്താണ് അവർക്ക് ആവശ്യമായ റോഡുകൾ 10-20 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ളത്.
അതിനുശേഷം അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ അട്ടപ്പാടി മേഖലയിൽ നിന്ന് അവിടുത്തെ ആദിവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കാണുവാൻ വനാവകാശ നിയമം കൊണ്ട് കഴിയും. പക്ഷേ ഈ ഗവൺമെന്റ് വനാവകാശ നിയമം നടപ്പാക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. ഈ സർക്കാരിന് കേൾക്കാൻ സമയമില്ല. മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള കാഞ്ഞിരപ്പുഴ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങൾ വളരെയധികം കാർഷിക പ്രാധാന്യം വഹിക്കുന്ന പ്രദേശങ്ങളാണ്. ഈ നിയോജകമണ്ഡലത്തിലാണ് വെട്ടിനിരത്തലുണ്ടായത്. ശ്രീകൃഷ്ണ നിയോജകമണ്ഡലത്തിലാണ് വെട്ടിനിരത്തലുണ്ടായത്. കോട്ടപ്പുറത്ത് ഞാനിവിടെ വന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുന്നു. ഇവിടെ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിരവധിയാണ്. ഈ മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ന്യായമായി കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇവിടെ വിസ്മരിക്കുന്നു. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. തൊഴിലാളികൾ കഷ്ടപ്പെടുന്നു. ഈ മേഖല കേരളത്തിന്റെ ഏറ്റവും സമ്പന്നമായ ഒരു പ്രദേശമാണ്. സൈലന്റ് വാലി, കുന്തിപ്പുഴ, സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴ, അതിമനോഹരമായ അട്ടപ്പാടി പ്രദേശങ്ങൾ, കാഞ്ഞിരപ്പുഴ ഉൾപ്പെടുന്ന ഈ മനോഹരമായ പ്രദേശത്തെ ഈ ഗവൺമെന്റ് പൂർണ്ണമായി അവഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാനിത് പറയുന്നത് ഈ പ്രദേശത്തെ മാത്രമല്ല, കേരളത്തിന്റെ മൊത്തം വികസന കാര്യങ്ങളിൽ സർക്കാർ എടുക്കുന്ന സമീപനം തികച്ചും നിഷേധാത്മകമാണ്. ഇവിടെ വികസന പരിപാടികൾ നടക്കുന്നില്ല, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വികസനം മാത്രമാണ്.